വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഉണർവേകാൻ പുതിയ ആപ്പ് നിലവിൽ വന്നു. എല്ലാ സ്കൂളുകളിലെയും ഒരു കുട കീഴിൽ കൊണ്ടുവരുന്ന ആപ്പ് സ്കൂളിന് ഒരു കൂട്ടം യുവ ടെക്കുകളാണ് നേതൃത്വം നൽകുന്നത്. ഒരു നൂതന സംരംഭമാണ് ആപ്പ് സ്കൂൾ. വിദ്യാഭ്യാസ മേഖലയിലെ പ്രധാന സംഭവങ്ങളും വാർത്തകളും വ്യക്തതയോടെ കൃത്യമായി ഇനി അറിയാം. അധ്യാപകർ, വിദ്യാർത്ഥികൾ, അനധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവർക്ക് സ്കൂളുമായി ബന്ധപ്പെട്ട ദൈനംദിന കാര്യങ്ങൾ അപ്പോൾ ഈ ആപ്പ് വഴി അറിയാം. അവധി ദിനങ്ങൾ, പ്രധാന സംഭവങ്ങൾ, സ്കൂളുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ, വിദ്യാർത്ഥികളുടെ ഹാജർ നില എല്ലാം രക്ഷിതാക്കൾക്ക് അപ്പോൾ ലഭ്യമാകും. ഈ ആപ്പ് സ്കൂളിന്റെ ശില്പികൾ ഒരു സംഘം യുവ ടെക്കുകളാണ്. ഹിഷാം അലിയും മുബാറക് അഹമ്മദും നബീലും ഒരുമിച്ചതോടെയാണ് ആപ്പ് യാഥാർത്ഥ്യമായത്. നമ്മളൊക്കെ ഫ്രണ്ട്സ് ആയിരുന്നു, ഞങ്ങൾ 3 പേര് റിസൈൻ ചെയ്തിട്ട് ഒത്തുകൂടിയിട്ട് നമ്മൾ എങ്ങനെ ഒരു മൊബൈൽ ആപ്പ് ചെയ്യണം എന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നോക്കുമ്പോൾ ഒരുപാട് മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ട് എഡ്യൂക്കേഷൻ സെക്ടറിലേക്ക്. ഈവൻ ഒരു സ്റ്റുഡന്റ് ക്ലാസ്സിൽ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അറിയിക്കുക. അവന് ബസ്സിൽ കയറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ പിന്നെ തമ്പ് എടുത്തിട്ട് പാരന്റ്സിനെ വീണ്ടും അറിയിക്കുക. ബസ്സിൽ കയറിയിട്ടുണ്ട്, ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, ക്ലാസ്സിൽ കയറിയിട്ടുണ്ട്, എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അവന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ഇങ്ങനെയാണുള്ളത്. അങ്ങനെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്. അവന്റെ കോഴിക്കോട് നടന്ന ചടങ്ങിൽ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ആപ്പ് ഔദ്യോഗികമായി സമർപ്പിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാക്ഷരതാ യജ്ഞം നടത്തിയതുപോലെ ഡിജിറ്റൽ യജ്ഞം കേരളത്തിൽ ഞങ്ങൾ നടത്താൻ പോവുകയാണ്. യാതൊരു സംശയവും വേണ്ട. കേരളത്തെ ഡിജിറ്റൽ സ്റ്റേറ്റ് ഓൾറെഡി ആയിക്കഴിഞ്ഞു. ഗൂഗിൾ പ്ലേയിൽ നിന്നോ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ ഇത് ഡൗൺലോഡ് ചെയ്യാം. ഇനി മക്കൾ സ്കൂളിലെത്തിയോ എന്ന് രക്ഷിതാക്കൾക്ക് ഒരു ക്ലിക്കിലൂടെ വീട്ടിലിരുന്നറിയാം. ജീവൻ ന്യൂസ്, കോഴിക്കോട്.